ഹായ് നമസ്കാരം, ഞാൻ മുബാറക്കാണ്. ഇന്ന് ഈ വീഡിയോയിൽ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ഷോപ്പിഫൈയുമായി റേസർ പേ പേയ്മെൻറ്റ് ഗേറ്റ്വേ എങ്ങനെ ഇൻറ്റിഗ്രേറ്റ് ചെയ്യാം എന്നതിനെ പറ്റിയിട്ടാണ്. നിങ്ങൾ ഇതുവരെ റേസർ പേയിൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ എങ്ങനെ റേസർ പേയിൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാം എന്നതിനെ പറ്റിയുള്ള ഒരു വീഡിയോ ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ട്. ആ ഒരു വീഡിയോയുടെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ നമുക്ക് എങ്ങനെ ഷോപ്പിഫൈയുമായിട്ട് റേസർ പേ ഇൻറ്റിഗ്രേറ്റ് ചെയ്യാം എന്നുള്ളത് നോക്കാം. ഷോപ്പിഫൈയിൽ പേയ്മെൻറ്റ് ഗേറ്റ്വേ എങ്ങനെ ഇനി ഇൻറ്റിഗ്രേറ്റ് ചെയ്യാൻ നോക്കാം. അപ്പോൾ ഞാനിവിടെ യൂസ് ചെയ്യുന്ന പേയ്മെൻറ്റ് ഗേറ്റ്വേ റേസർ പേ ആണ്. അപ്പോൾ റേസർ പേയിൽ നമ്മൾ ഓൾറെഡി അക്കൗണ്ടും കാര്യങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്തു. അപ്പോൾ പിന്നെ എങ്ങനെ റേസർ പേ ഷോപ്പിഫൈ ഇൻറ്റിഗ്രേറ്റ് ചെയ്യാൻ നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഷോപ്പിഫൈ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ ഷോപ്പിഫൈൻ്റെ ഡാഷ്ബോർഡിൽ വരിക. ഡാഷ്ബോർഡിൽ വന്നു കഴിഞ്ഞാൽ ഏറ്റവും താഴെ നിങ്ങൾക്ക് കാണാൻ പറ്റും സെറ്റിങ്സ് എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ കാണാൻ പറ്റും. സെറ്റിങ്സിൽ ക്ലിക്ക് ചെയ്യുക. സെറ്റിങ്സിൽ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ ഈ സൈഡിലായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും പേയ്മെൻറ്റ്സ് എന്ന ഓപ്ഷൻ കാണാൻ പറ്റും. ഇവിടെ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ രണ്ടാമതായിട്ട് കാണുന്ന സപ്പോർട്ടഡ് പേയ്മെൻറ്റ് മെത്തേഡ്സ് എന്ന് പറയുന്ന ഇതിന് താഴെ പേപാൽ ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ നമുക്ക് നമ്മുടെ റേസർ പേ ആണ് ആഡ് ചെയ്യേണ്ടത്. അതിനുവേണ്ടി ആഡ് പേയ്മെൻറ്റ് മെത്തേഡ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് ഇവിടെ നിങ്ങൾ കാണാൻ പറ്റും സെർച്ച് പേയ്മെൻറ്റ് മെത്തേഡ്. അതായത് പേയ്മെൻറ്റ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ യു പി ഐ ക്രെഡിറ്റ് കാർഡ് അതൊക്കെ ഒരു പേയ്മെൻറ്റ് മെത്തേഡുകളാണ്. സെർച്ച് ബൈ പ്രൊവൈഡർ എന്ന് പറഞ്ഞാൽ പേയ്മെൻറ്റ് ഗേറ്റ്വേ പ്രൊവൈഡ് ചെയ്യുന്ന ആളുകൾ. അപ്പം ഇവിടെ എന്ത് ചെയ്യുക, സെർച്ച് ബൈ പ്രൊവൈഡർ എന്നുള്ളിടത്ത് ക്ലിക്ക് ചെയ്തിട്ട് സെർച്ചിൽ വന്നിട്ട് റേസർ പേ എന്നുള്ളത് എൻ്റർ ചെയ്ത് കൊടുക്കുക. റേസർ പേ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും, റേസർ പേ ഇവിടെ കാണാൻ പറ്റും. ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ആയിരിക്കും വരിക. അപ്പം ഈ റേസർ പേ ഇൻറ്റിഗ്രേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിലൊരു ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യണം. അപ്പോൾ അത് ഇവിടെ തന്നെ കാണിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, നേരെ ഇവിടെ മുകളിൽ കാണാൻ പറ്റും ഇൻസ്റ്റാൾ എന്നുള്ളത്. അത് ഇൻസ്റ്റാൾ ക്ലിക്ക് ചെയ്യുക. വീണ്ടും ഇൻസ്റ്റാൾ തന്നെ ക്ലിക്ക് ചെയ്യുക. ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും, ഞാനിവിടെ റേസർ പേ ഓൾറെഡി ലോഗിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾ ലോഗിൻ ചെയ്ത് വെച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ഇൻസ്റ്റാൾ കൊടുക്കുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് റേസർ പേൻ്റെ പേജിലേക്ക് പോകും. അവിടെ നിങ്ങളോട് ചോദിക്കും ഓൾറെഡി അക്കൗണ്ട് ഉള്ളതാണോ അതല്ല പുതിയതായി അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാമോ എന്നുള്ള രണ്ട് ഓപ്ഷൻ ചോദിക്കും. അവിടെ നിങ്ങൾ എന്ത് ചെയ്യുക, എക്സിസ്റ്റിംഗ് അക്കൗണ്ട് എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ടാവും. അതായത് നിങ്ങൾക്ക് ഓൾറെഡി അക്കൗണ്ട് റേസർ പേയിൽ ഉണ്ട് എന്നുള്ള ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ലോഗിൻ ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഇത് കണക്റ്റ് ആവും. ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും നമ്മൾ റേസർ പേ കണക്റ്റായി. ഇനി ഇത് ആക്ടിവേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ആക്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് താഴെ ആക്ടിവേറ്റ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ റേസർ പേ ആക്ടിവേറ്റ് ആയി. അപ്പം ഇതിൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും വിസ, മാസ്റ്റർ, അമേരിക്കൻ എക്സ്പ്രസ്, റൂപേ ഏതൊക്കെ പേയ്മെൻറ്റ് മെത്തേഡുകളാണ് സപ്പോർട്ട് ചെയ്യുക അതെല്ലാം തന്നെ ഇവിടെ കാണുന്നുണ്ട്. ഇപ്പം നമ്മുടെ ഈ ഷോപ്പിഫൈ റേസർ പേയുമായിട്ട് കണക്റ്റായി. ഇനി കണക്റ്റ് ആയിട്ടുണ്ടോ നോക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യുക, റേസർ പേ ഡാഷ്ബോർഡിൽ വരിക. റേസർ പേ ഡാഷ്ബോർഡിൽ വന്നു കഴിഞ്ഞാൽ ഇവിടെ സെറ്റിങ്സിലേക്ക് പോവാം. വെബ്സൈറ്റ് ആൻഡ് ആപ്പ് സെറ്റിങ്സ് എന്നുള്ളതിൽ കാണാൻ പറ്റും ആപ്ലിക്കേഷൻസ് എന്നുള്ളത്. അത് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ കാണാൻ പറ്റും കണ്ടോ, റേസർ പേ ഷോപ്പിഫൈ പ്ലഗ് ഇൻ ഉള്ളത്. അപ്പോൾ ഇത് ഓൾറെഡി കണക്റ്റഡ് ആയതുകൊണ്ടാണ് ഇങ്ങനെ കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് റേസർ പേയിൽ ഇനി ഒന്നും ചെയ്യാനുണ്ടാവില്ല. ഇനി ട്രാൻസാക്ഷനും കാര്യങ്ങളൊക്കെ നടക്കുന്നത് ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് ഇവിടെ സ്റ്റാറ്റസും കാര്യങ്ങളൊക്കെ അപ്ഡേറ്റ് ആവും. ഇനി ഷോപ്പിഫൈയിൽ ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നുണ്ടോ ഇല്ല എന്നുള്ളതാണ് നമുക്ക് ചെക്ക് ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഷോപ്പിഫൈ ഓപ്പൺ ചെയ്യാണ്. ഇപ്പോൾ ഷോപ്പിഫൈ ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ എൻ്റെ മൈ സ്റ്റോർ എന്നുള്ള ഒരു തീം ഞാൻ ക്രിയേറ്റ് ചെയ്ത് വെച്ചതാണ്. എന്നിട്ട് ഒരു പ്രൊഡക്റ്റ് ഞാൻ ക്ലിക്ക് ചെയ്യാണ്. ക്ലിക്ക് ചെയ്തിട്ട് ബൈ ഇറ്റ് നൗ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുന്നു. അതിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ചെക്കൗട്ട് ചെയ്യാനുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ എൻ്റർ ചെയ്ത് കൊടുക്കാം. ഇത്രയും ചെയ്തതിന് ശേഷം ഞാൻ ഇവിടെ കാണാൻ പറ്റും പേയ്മെൻറ്റ് എന്നുള്ളത്. ഇവിടെ റേസർ പേ ഓൾറെഡി ബൈ ഡിഫോൾട്ടായിട്ട് സെലക്ട് ആയിട്ടുണ്ട്. ക്യാഷ് ഓൺ ഡെലിവറി നമ്മൾ നേരത്തെ ഷോപ്പിഫൈ ഇൻറ്റിഗ്രേറ്റ് ചെയ്യുന്ന സമയത്ത് ക്യാഷ് ഓൺ ഡെലിവറി എനേബിൾ ചെയ്തുകൊണ്ടാണ് ക്യാഷ് ഓൺ ഡെലിവറി കാണിക്കുന്നത്. ഇനി നേരെ പേ നൗ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. പേ നൗ എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരെ റേസർ പേൻ്റെ പേയ്മെൻറ്റ് മെത്തേഡിലേക്ക് പോകും. ഇപ്പോൾ ഇവിടെ നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചു, ഇവിടെ കാർഡ്, അതേപോലെ നെറ്റ് ബാങ്കിങ്, വാലറ്റ്, ഈ ഒരു 3 ഓപ്ഷനാണുള്ളത്. ഇതിൽ UPI വന്നിട്ടില്ല. അപ്പോൾ അതെന്തുകൊണ്ടാണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ അതിനുവേണ്ടി ഞാൻ റേസർ പേൻ്റെ ഡാഷ്ബോർഡ് ഒന്ന് ഓപ്പൺ ചെയ്യുകയാണ്. എന്നിട്ട് ഇവിടെ അക്കൗണ്ട് സെറ്റിങ്സ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. അക്കൗണ്ട് സെറ്റിങ്സിൽ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ പേയ്മെൻറ്റ് മെത്തേഡിൽ വരിക. പേയ്മെൻറ്റ് മെത്തേഡിലൂടെ വന്നു കഴിഞ്ഞാൽ കാണാൻ പറ്റും കാർഡ്. അപ്പോൾ ഈ കാർഡിൻ്റെ ഓപ്ഷൻ നമുക്കിവിടെ ആക്റ്റീവാണ്. അതുകൊണ്ടാണ് ഇവിടെ കാർഡ് എന്നുള്ളിടത്ത് ഈ കാർഡ് എന്നുള്ള പേയ്മെൻറ്റ് ഓപ്ഷൻ നമുക്കിവിടെ എനേബിൾ ആയിട്ടുള്ളത്. അതേപോലെ തന്നെ നെറ്റ് ബാങ്കിങ് ഇവിടെ ആക്ടിവേറ്റഡ് ആണ്. ഇവിടെ കാണാൻ പറ്റും നെറ്റ് ബാങ്കിങ് വന്നിട്ടുണ്ട്. മൂന്നാമതേ വാലറ്റാണ്, വാലറ്റും ഇവിടെ വന്നിട്ടുണ്ട്. ഓക്കെ, പക്ഷേ നമുക്ക് ഇതിലെന്തില്ല, UPI ഇല്ല. അപ്പോൾ UPI എന്ത് ചെയ്യണം, നിങ്ങൾ സെപ്പറേറ്റ് ആയിട്ട് റിക്വസ്റ്റ് റൈസ് ചെയ്യണം. എന്നാലേ നിങ്ങൾക്ക് UPI ഓപ്ഷൻ എനേബിൾ ആവുള്ളൂ. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും റിക്വസ്റ്റ്
UPI എന്നുള്ളത്. ഇവിടെ റിക്വസ്റ്റ് കൊടുക്കുക. ഇവിടെ നിങ്ങൾക്ക് ബിസിനസ്സിന് ഡിസ്ക്രിപ്ഷനും അതേപോലെ തന്നെ ഒരു യൂസ് കേസ് എന്താണെന്നുള്ളതിനെ പറ്റിയുള്ളൊക്കെ ഒരു ചെറിയൊരു ഷോർട്ടായിട്ട് ടൈപ്പ് ചെയ്തിട്ട് നെക്സ്റ്റ് അടിച്ചിട്ട് ഒരു റിക്വസ്റ്റ് റൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 48 hours എന്ത് ചെയ്യും, UPI ഓപ്ഷൻ എനേബിൾ ആവും. അപ്പോൾ വളരെ സിമ്പിളാണ്. പിന്നെ അതേപോലെ തന്നെ നിങ്ങൾക്ക് റേസർ പേയിൽ എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും നല്ലത് അവരുടെ സപ്പോർട്ട് ടീമുമായിട്ട് സംസാരിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇനി അഥവാ എന്തെങ്കിലും സെറ്റപ്പ് ചെയ്ത് തരാണെങ്കിലും അവരത് റിമോട്ട് വഴി ക്ലിയർ ചെയ്ത് തരും. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ താഴെ കാണാൻ പറ്റും, ഇവിടെ ഈ ഒരു ഓപ്ഷനിൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഹെൽപ്പ് ആൻഡ് സപ്പോർട്ടിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കോൺടാക്റ്റസിൽ ചാറ്റോ റിക്വസ്റ്റ് ഫോർ കോൾ ബാക്ക് എന്നുള്ള ഓപ്ഷൻ കൊടുത്തിട്ട് നിങ്ങൾക്ക് എന്തിനെ ബേസ് ചെയ്തിട്ടാണോ ആ രീതിയിൽ നിങ്ങൾക്ക് എന്ത് ചെയ്താൽ മതി, കംപ്ലയിൻറ്റ് റൈസ് ചെയ്താൽ മതി. പിന്നെ ഞാനിപ്പോൾ ഇവിടെ ചെക്കൗട്ട് ചെയ്യുന്നില്ല. ഇപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളാണ്. പേയ്മെൻറ്റ് ഇൻറ്റിഗ്രേറ്റ് ചെയ്യുന്നത് വളരെ ഈസിയാണ്. ഇപ്പോൾ നമുക്ക് ആ ഒരു ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തിട്ട് റസർ പേയുമായിട്ട് കണക്ട് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് മനസ്സിലായിട്ടാണെന്ന് വിചാരിക്കുന്നു. വീഡിയോയിൽ എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. പുതിയൊരു ടോപ്പിക്കുമായിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ